അക്ഷരസ്ത്രീ എന്ന വനിതാ സാഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം. ആദ്യമായി ലഘു നാടകം ഫിലോമിനയുടെ പുതുവർഷം. രചന പുഷ്പമ്മ ചാണ്ടി. സംവിധാനം മാല കാലയ്ക്കൽ. ശബ്ദം നൽകുന്നവർ ഫിലോമിന ഡോക്ടർ മായ ഗോപിനാഥ്, ലീലാമണി സന്തോഷ് കുമാരി MR, നിമ്മി അരുണിമ, ഉണ്ണിമോൾ വിന്ദു ബിജോയ്, ജോമിനി നിയോൺ VS. ഫിലോമിനയുടെ പുതുവർഷം. ക്രിസ്മസും പുതുവർഷവും ഇങ്ങടുത്തു. എന്തോ ഈ പ്രാവശ്യം മുൻപില്ലാത്ത ഒരു വിഷമം. ഈ വർഷവും നമ്മൾ തനിച്ചാണോ ഇതൊക്കെ ആഘോഷിക്കുന്നതെന്ന്. എന്റെ 60ാം പിറന്നാളിന് മക്കൾ വന്നിട്ട് പോയതാണ്. ഞാൻ അവരെ കണ്ടിട്ട് 5 വർഷവും 4 മാസവുമായി. പിള്ളേര് രണ്ടുപേരും അവരുടെ ഭാര്യമാരും കൊച്ചുമക്കളും വരുമെന്നല്ലേ പറഞ്ഞത്? വരുമെന്ന് പറഞ്ഞു. എന്നാലും ഒരു സന്ദേഹം. നമ്മൾ അവർക്ക് കൊണ്ടുപോകാൻ അച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുവല്ലയോ, വരാതെ ഇരിക്കുമോന്നൊരു ചിന്ത. ഈ കേക്കും മറ്റും ഞാൻ ഉണ്ടാക്കുന്നത് വേസ്റ്റ് ആകുമോ? അവര് വരും അമ്മച്ചി. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ടിക്കറ്റ് ബുക്ക് ചെയ്ത കാര്യം ഒന്നും പിന്നീട് പറഞ്ഞില്ല. ആരാ ബെല്ലടിക്കുന്നെന്ന് നോക്കിയേ. നമ്മുടെ നിമ്മിയും ഉണ്ണിമോളുമാ അമ്മച്ചി. ഇന്നിവളുടെ പിറന്നാളാണ്. അമ്മച്ചിക്ക് പായസം ഒരുപാട് ഇഷ്ടമുള്ളതല്ലേ, കൊണ്ടുവരണമെന്ന് ഉണ്ണിമോൾക്ക് ഒരേ നിർബന്ധം. എനിക്ക് പായസം ഇഷ്ടമാണെന്ന് നീ ഓർത്തു വെച്ചല്ലോ. അയ്യോ, കൊച്ചിന് തരാൻ ഒന്നുമില്ലല്ലോ ഇവിടെ. ഇങ്ങോട്ട് വാ, അമ്മച്ചി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരട്ടെ. അത് മതി അമ്മച്ചി, ഉമ്മ സമ്മാനമായി തന്നാ മതി. ഉമ്മ. ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മച്ചി, ഇവൾക്ക് പാട്ട് ക്ലാസ്സിന് സമയമായി. കുറച്ച് ഇരുന്നിട്ട് പോകാം. ലീലാമണി വേഗം എന്തെങ്കിലും ഉണ്ടാക്കും. ഞാൻ നാളെ വൈകുന്നേരം വരാം. അമ്മച്ചിയുടെ കൂടെ കാപ്പി കുടിക്കാൻ അപ്പോൾ തന്നാൽ മതി. ഇന്ന് കുറച്ച് തിരക്കായി പോയി. നാളെ വരണം കേട്ടോ. ക്രിസ്മസും പുതുവർഷവും ഒക്കെ അടുക്കാറായില്ലയോ. പിള്ളാര് വരുമെന്ന് പറഞ്ഞു. നിങ്ങൾ ഇവിടെ കാണില്ലേ? തീർച്ചയായും ഇവിടെ കാണും. ദേ അമ്മേ, ജോമിനി ആന്റി വരുന്നു. നിമ്മി മോളൂ ഇത് എവിടെ പോയതാ? ഫിലു ആന്റിയെ കാണാൻ പോയതാ. ഇന്നിവളുടെ പിറന്നാളാണ്. ഹാപ്പി ബർത്ത്ഡേ ഉണ്ണിമോളെ. എന്നിട്ട് എനിക്ക് മിഠായി ഒന്നുമില്ലേ? ഞാൻ മിഠായി വിപിൻ ചേട്ടന്റെ കൈ കൊടുത്തല്ലോ. എന്നാൽ അത് മുഴുവനും അവൻ തിന്നു തീർത്ത് കാണും. നിമ്മി, നമ്മുടെ ഫിലോ ആന്റി ക്രിസ്മസ് പുതുവർഷത്തിന് മക്കൾ വരുമെന്നും പറഞ്ഞിരിക്കുക. പാവം. പക്ഷെ അവർ ഈ കൊല്ലവും വരും. ഫിലിപ്പിനെ ആന്റിയുടെ മകൻ വിളിച്ചിരുന്നു. അമ്മയെ ഒരു ഡിന്നറിന് കൊണ്ടുപോകാമോന്ന് ചോദിച്ചു. അതും സബ് കോൺട്രാക്ട് കൊടുത്തോ? നല്ല കാര്യം. നമുക്ക് അമ്മച്ചിയോട് ഇക്കാര്യം ഇപ്പൊ പറയണ്ട, ഒരു സർപ്രൈസ് കൊടുക്കാം. അതെങ്ങനെ? ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് ചേർന്ന് ഓരോ ഭക്ഷണം ഉണ്ടാക്കി അമ്മച്ചിയുടെ വീട്ടിൽ ക്രിസ്മസും ന്യൂ ഇയറും ആഘോഷിക്കാം. അത് നല്ല ഐഡിയ. അമ്മച്ചിയുടെ വൈനും കേക്കും കൂടെ ആകുമ്പോൾ സൂപ്പർ ആകും. നമുക്കിത് ലീലാമണി ചേച്ചിയോട് മാത്രം പറയാം. പാവം തന്നെയാണെന്ന് തോന്നരുത്. നമ്മളൊക്കെ കൂടെ ഉണ്ടെന്ന് അമ്മച്ചിക്ക് തോന്നണം. പിള്ളാര് പിന്നെ എന്നെ പറ്റിച്ചു. ക്രിസ്മസിന് വരാതെ ഇരുന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായി പുതുവർഷത്തിനും വരത്തില്ലെന്ന്. ഈ സമയം ടിക്കറ്റിന് റേറ്റ് കൂടുതലാണെന്ന്. അമ്മയേക്കാ വിലയാണ് ടിക്കറ്റിന്. സാരമില്ല, നീ എന്റെ കൂടെ ഉണ്ടല്ലോ. അമ്മച്ചി വിഷമിക്കാതെ, നമുക്ക് ഉള്ളത് വെച്ച് ഉഷാറാക്കാം. നോക്കിക്കോ, അമ്മച്ചി ഈ പ്രാവശ്യത്തെ പുതുവർഷം മറക്കില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അതൊക്കെയുണ്ട്, സർപ്രൈസ് ആണ്. അവര് നിന്നെ വിളിച്ച് പറഞ്ഞോ വരുമെന്ന്? അതൊന്നും ഞാൻ പറയില്ല. നീ പിന്നെ പറഞ്ഞാ മതി. എനിക്ക് നല്ല ക്ഷീണം. ഞാൻ കിടക്കാൻ പോകുക. കിടന്നോ, പക്ഷേ ഞാൻ 12 മണിയാകാറാകുമ്പോൾ വിളിക്കും. അങ്ങനെ ഇപ്പൊ ഉറങ്ങണ്ട. അതല്ലടി കൊച്ചെ, ഉറക്കം വന്നിട്ടാ. കുറച്ചു സമയം ഒന്ന് കിടക്കട്ടെ. രാത്രിയില് മനുഷ്യരെ ഉറങ്ങാനും സമ്മതിക്കില്ല. ഇതാരാ ഈ നേരത്ത്? അമ്മച്ചി, ദേ നോക്കിക്കേ, ആരൊക്കെയാ വന്നിരിക്കുന്നതെന്ന്. എല്ലാരും ഉണ്ടല്ലോ, കേറി വാ. ഞങ്ങളുടെ ന്യൂ ഇയറേ ഇവിടെ അമ്മച്ചിയുടെ കൂടെയാണ്. ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചേനെ.
എന്തിന്? ഞങ്ങൾ എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ബിരിയാണി, സാലഡ് എല്ലാം. പിന്നെ ആ വൈൻ കുപ്പിയും ഗ്ലാസും കേക്കും കൂടി കിട്ടിയാൽ ന്യൂ ഇയർ ഉഷാറായി. ഞാനതെടുത്തു കൊണ്ടുവരാം. 12 മണിയടിക്കാൻ 5 മിനിറ്റല്ലേ ഉള്ളൂ. എല്ലാവരും റെഡിയാണോ? എല്ലാം റെഡിയാണ്. പക്ഷേ കുഞ്ഞു പിള്ളേർക്ക് വയനില്ല കേട്ടോ. ജ്യൂസ് തരാം. എനിക്ക് വൈൻ വേണ്ട. ദേ സമയമാകുന്നു. ഞാൻ എണ്ണാൻ പോകുന്നു. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഹാപ്പി ന്യൂ ഇയർ അമ്മച്ചി. ഹാപ്പി ന്യൂ ഇയർ അമ്മച്ചി. ഹാപ്പി 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 ന്യൂ ഇയർ. എനിക്ക് കരച്ചില് വരുന്നു. എത്ര നാളുകൂടെയാണ് ഇങ്ങനെ ഈ വീട് ആളുകളെ കൊണ്ട് നിറഞ്ഞത്. മനസ്സ് നിറഞ്ഞു. എന്തിനാ അമ്മച്ചി മക്കൾ വരാത്തതിൽ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഒന്ന് ഉറക്കെ വിളിച്ചാൽ ഞങ്ങൾ ഇങ്ങ് ഓടി വരില്ലേ? മക്കളോട് പിണക്കൊന്നും തോന്നണ്ട അമ്മച്ചി. അവർക്ക് വരാൻ സാധിച്ചിരിക്കില്ല. എനിക്കറിയാം. എന്നാലും സങ്കടം വരും. നിങ്ങൾ കൂടെ ഉണ്ടല്ലോ, അത് മതി. ഇന്ന് മാത്രമല്ല, എപ്പോഴും ഞങ്ങൾ അമ്മച്ചിയുടെ കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ പോയി ഫിലിപ്പിനെയും രഞ്ജിത്തിനെയും കൂടി വിളിക്കാം. അവരും വരട്ടെ. പിന്നെ ഞാൻ വരാതെ കഴിക്കരുത് കേട്ടോ. ഇല്ല. നിങ്ങൾ എല്ലാരും കൂടെ എന്റെ മക്കള് വരാത്തതിന്റെ ആ കുറവങ്ങ് നികത്തി തന്നു. സന്തോഷമായി. അടുത്തതായി ഒരു